നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന തങ്ങളുടെ ആദ്യ മത്സരത്തിൽ മികച്ച വിജയം സ്വന്തമാക്കാൻ നിലവിലെ ജേതാക്കളായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട്. 1-3 ഗോളുകൾക്കാണ് ജർമ്മൻ ക്ലബ്ബായ സ്റ്റുട്ട്ഗർട്ടിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് നടന്ന മത്സരത്തിൽ എംബപ്പെ, റൂഡിഗർ അതുപോലെ തന്നെ എൻറിക്ക് എന്നിവരാണ് റയലിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. റോഡ്രിഗോ, ലൂക്ക മോഡ്രിച്ച് എന്നിവർ ഓരോ അസിസ്റ്റുകൾ സ്വന്തമാക്കുകയും ചെയ്തു. മത്സരത്തിൻ്റെ അവസാനത്തിലാണ് എൻറിക്കിൻ്റെ ഗോൾ പിറന്നിട്ടുള്ളത്. സ്വന്തം ഹാഫിൽ നിന്നും ലഭിച്ച ബോളുമായി കുതിച്ച എൻറിക്ക് ഒരു നിലം പറ്റയുള്ള ഷോട്ടിലൂടെയാണ് ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. പെനാൽറ്റി ബോക്സിന് വെളിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ട് വരുന്നത്. ഇടതുഭാഗത്ത് എംബപ്പെ ഉണ്ടായിരുന്നു, വലതുഭാഗത്ത് വിനീഷ്യസ് ജൂനിയർ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് പാസ് നൽകാതെ സ്വയം ഒരു ഷോട്ട് എടുക്കാനുള്ള തീരുമാനമായിരുന്നു എൻറിക്ക് കൈക്കൊണ്ടിരുന്നത്. അതേക്കുറിച്ച് ചില കാര്യങ്ങൾ താരം തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻറിക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എംബപ്പയും വിനിയും ഓപ്ഷനുകളായിക്കൊണ്ട് എനിക്ക് മുന്നിലുണ്ട് എന്നത് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഏറ്റവും മികച്ച ഓപ്ഷൻ ആയിക്കൊണ്ട് എനിക്ക് തോന്നിയത് ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഷോട്ട് തീർക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇതാണ് മത്സരശേഷം എൻറിക്ക് പറഞ്ഞിട്ടുള്ളത്. റയൽ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവ ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: എൻറിക്കിന് ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ആ ഷോട്ട് ഉതിർക്കാൻ അദ്ദേഹം തയ്യാറായത്. ഇതാണ് കോർട്ടുവ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ആ ഷോട്ട് ഗോളായി മാറിയില്ലായിരുന്നുവെങ്കിൽ അത് പ്രശ്നങ്ങൾക്ക് കാരണമായേനെ എന്ന് പ്രതിരോധ നിര താരമായ റൂഡിഗർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻറിക്ക് ഇപ്പോൾ എൻറിക്കല്ല, മറിച്ച് ബോബിയാണ്. ഒരുപാട് പേഴ്സണാലിറ്റിയുള്ള ഒരു താരമാണ് അദ്ദേഹം ഗോൾ നേടിയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇതാണ് റൂഡിഗർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും യുവേഫ ചാമ്പ്യൻസ് ലീഗ് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് എൻറിക്കിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. ലാലിഗയിലെ അരങ്ങേറ്റ മത്സരത്തിലും അദ്ദേഹം ഒരു ഗോൾ സ്വന്തമാക്കിയിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.